എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്ത് കാര്യങ്ങൾ നോക്കിയോ? ഓരോരുത്തന്മാര് വീഡിയോ തീർന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് അതും പറഞ്ഞിട്ടൊരു വീഡിയോ അവന് തന്നെ ഉറപ്പില്ല. എന്നിട്ട് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ. നമ്മളെന്തോരം നല്ല വീഡിയോസ് ആണെങ്കിൽ ഇത് നമ്മുടെ ആരെയും കാണണ്ട 50 പേര് കാണും. എടാ അതേ എടുത്തേണ്ടെന്നവർ പറഞ്ഞേ ഈ സമകാലിക വീഡിയോ ഇല്ലേ അതിട്ടുവാണെങ്കിൽ വ്യൂവേഴ്സ് ഉണ്ടാവും പറഞ്ഞത്. സമകാലികം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണെങ്കിൽ കണ്ണൂറ്റി കാണിച്ചു. അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ 10 വർഷം ചുമന്ന് കണക്കും പറഞ്ഞു തന്നെ. പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എവിടെ ഈ സമകാലികം എന്ന് പറയണതേ എനിക്ക് തോന്നണേ ഈ കാലവർഷമില്ലേ അതിനെക്കുറിച്ച് എന്താണെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ മറ്റേ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ നല്ല ലിങ്ക് വെച്ചിട്ട് തുണ്ട് പടം ഉള്ളത്. മറ്റേ ജയസൂര്യയുടെയും അനുപമന്റെ സിനിമയില്ലേ, ജയസൂര്യ മറ്റേ വീൽ ചെയറിലായിട്ട് ആ പടം. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു സാധനം, 2 കൂട്ടുകാരന്മാര് ഇവര് ഭയങ്കര ചങ്കുകളാണ്. ഇവര് ഒരു ദിവസം മറ്റേ ബൈക്കിന് പോകുമ്പോഴേക്കും ഒരു ആക്സിഡന്റ്. അപ്പൊ ഓടിക്കണമെന്നൊന്നും പറ്റില്ല, പുറകിലിരിക്കണവൻ കോമയിലായി പോയിന്. എന്നിട്ട് ഈ കോമയിലായ കൂട്ടുകാരൻ കൊണ്ട് ഇവൻ പോണടത്തല്ല ഇവൻ നടക്കും. ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് 3ാമത് ഒരുത്തൻ ഇവരുടെ ഇടയിലോട്ട് വന്നിങ്ങനെ ചേരുന്നു. എങ്ങനെയുണ്ട്? ഇത് വൈറലാവും. നായകൻ ഞാൻ തന്നെയല്ലേ നായകൻ. ഈ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ വീഡിയോയില് നമ്മൾ 2 പേര് അഭിനയിക്കണം. നമുക്കൊരു പുതുമുഖത്തിനെ കൊണ്ടുവരാം. ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാണ് അതിന് പുതുമുഖത്തിനാണ് ഇവിടെ പറഞ്ഞു തീർന്നില്ല. നോക്കി ഇവനതിന് ഓഡീഷന് മാത്രല്ലേ പോകാൻ പറ്റുള്ളൂ, അഭിനയിക്കോ? എടാ അവൻ പറഞ്ഞത് നടന്മാർക്ക് ഈ കൊടുത്തിട്ട് അവന് ചാൻസ് കൊടുക്കാത്ത. എടോ പുതിയ ആൾക്കാർ പറഞ്ഞെന്ന്. അല്ലെങ്കിൽ അവന്റെ മുഖഭാവം നോക്കിയതാ, അവന്റെ ചിരി കണ്ട, അവന്റെ ആകാര വടിവ് കണ്ട. എന്റെ നായകന് ഇവൻ തന്നെ. ഞാൻ അവനോട് പോയിട്ടേ നമ്മുടെ അടുത്ത പ്രൊജക്റ്റില് നല്ലൊരു വേഷം ഉണ്ടെന്ന് പറയാം. പ്രൊജക്റ്റ് നമ്മുടെ വീഡിയോയിലൊന്ന് നിക്കണം, അത് മതി. അതെനിക്കത് പോയി പറ. ഞാൻ തന്നെ പറയണല്ലേ? ഞങ്ങളെ ഈ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് വീഡിയോ? ഈ വീഡിയോയില് ചെറിയ വീഡിയോ, ഈ റീലൊക്കെ പോലെ അതുപോലെ അപ്പൊ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റുമോ അതില്? ഇടോ അതെ, ഞാനിപ്പോ ഈ ഫിലിം ഫീൽഡിലായതുകൊണ്ടേ നമ്മൾ ഈ ലോക്കൽ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ എന്താവും അതോർത്ത് പേടിക്കണ്ട. ഇവന്റെ വീഡിയോ ഉണ്ടല്ല നമ്മുടെ ഈ പഞ്ചായത്ത് പുറത്തു പോയിട്ടില്ല, അതാണ് ഇവന്റെ ചരിത്രം. ഈ നാട്ടുകാർക്ക് ഇങ്ങനെ പറഞ്ഞ പിന്നെ സംഭവം ഞാൻ ചെയ്യാം. പക്ഷെ മെയിൻ റോളല്ലേ? മെയിൻ റോൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുള്ള മെയിൻ റോൾ അല്ല. അപ്പൊ എന്താണ് നമ്മുടെ സീൻ? എന്താണ്? പേരൊന്നുമില്ല, ബ്രോയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും. ഈ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഒരു കൂട്ടുകാരനെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് നിർത്തി. എന്താണ് ബ്രോ കട്ട് പറഞ്ഞത്? ഇതിനഭിനയിച്ച് ശരിയായില്ലേ? ഞാൻ പറഞ്ഞാണ് ഈ വഴി പോക്കനൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കില്ലേ? അവനല്ല, അവൻ കറക്റ്റ് കോമക്കാരനാണ്. ബ്രോ ചെയ്തേ കുറച്ച് ഞാനാ ഷൂട്ട് വീഡിയോന്നല്ലേ. ഞാൻ ഈ സിനിമയിലെ അഭിനയം എടുത്തായിരുന്നു. കുഴപ്പമില്ല, സാധാരണ വീടൊക്കെ മരട്ടേക്ക് തീർക്കുന്നത്. നമുക്ക് എടൊന്നും ശരിയാക്കടോ, ഞാൻ മുട്ടിയില്ല, ഞാൻ അവശതയായി. ഇതൊക്കെ ആയിരിക്കും സങ്കടം. ഇത്രയുള്ള കാര്യം ഇത് നമുക്ക് എടുക്കാലോ സിമ്പിൾ ആയിട്ട്. ഓ താങ്ക് യു. ഓക്കെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ അഭിനയ കുലപതി കൊണ്ട് നടക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഞാൻ ചെയ്യാം. സമ്മതിച്ചോ? മെയിൻ റോഡ് ഓർത്തില്ലെങ്കിൽ ഇപ്പൊ നീ ചെയ്യാൻ പോണ റോഡ് അതാണ് മെയിൻ റോഡ് തുറ. ഇതിൽ ഡയലോഗെണ്ണം പറഞ്ഞു അത് നീ ചെയ്യും. ഇപ്പൊ ശരിയാക്കാം. അതന്നെ നമുക്ക് ആലോചിച്ചപ്പോ ചോദിച്ചാണെങ്കിൽ ഞാൻ മറ്റേ 3ാമത്തെ കൂടാനില്ലേ പോവാ. അവൻ മെയിൻ റോഡ്
ഡയലോഗ് ഡയലോഗിൽ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. മെയിൻ റോൾ അല്ലേ? മെയിൻ റോൾ അതാണ്. അത് ചെയ്. പിന്നെ നമുക്ക് ഡയലോഗ് പിടിക്കുക. അത് അപ്പൊ ചോദിച്ചത് ചെയ്യാം. ഓക്കെ, പൊള്ളി പൊള്ളി അടിപൊളി. അപ്പൊ അടുത്ത സീൻ എന്ന് പറയുന്ന ബ്രോ ഇവരുടെ ഇടയിലോട്ട് പോയിരുന്നു. ഏത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് മൂന്നാമത്തെ കൂട്ടുകാരൻ അങ്ങനെ ചെല്ലുന്നു. അപ്പൊ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളില് നമ്മളെയും കൂടി കൂട്ടുക, നിങ്ങൾക്ക് നമ്മളാവാം. ഓക്കെ, പിന്നെ ഓക്കെ ഒന്നും പറയണം? ആവശ്യമില്ല. ഓക്കെ റെഡി അല്ലേ? എടുത്തോട്ടെ. ആക്ഷൻ. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളില് നിങ്ങളായി കഴിഞ്ഞെങ്കിൽ ഞങ്ങളൊരാള് വന്നു കഴിയുമ്പോ മറ്റേ എന്താണ് ബ്രോ ശരിയായില്ലേ? ബ്രോ അങ്ങനല്ല ബ്രോ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂടെ നിങ്ങൾ നമ്മളായി. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാണ്? ആ കോമക്കാരൻ വരെ ഡയലോഗ് പഠിപ്പിക്കണവനാ. കോമക്കാരൻ സൂപ്പറായിട്ട് പറയാണ്ട്. നീ എന്ത് ചെയ്യൂടാ? ആക്ഷൻ. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂടെ എന്നെ കൂടി കൂട്ടുക, നിങ്ങൾ നമ്മളാകും.